ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗേസ്, നമ്മളിന്നൊരു ബേസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് അത് ചെയ്യാൻ നോക്കാം. പക്ഷെ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, മഴയാണ്. കിടക്കാൻ പറ്റും നോക്കാം കേട്ടോ. കിടക്കാനും പറ്റുന്നത് എന്താണിത്? നമ്മുടെ നേരത്തെ അയണാണിത്. ഈ അയണ നമുക്ക് ആവശ്യം വരും. ഞങ്ങൾ ഷീൽഡായി ഗൈസ്. താഴേക്കൊന്നും കൂടി പോയിട്ട് വരാം. മഴയൊക്കെ ഉണ്ട്. ഞാനും മഴ നിന്നതിൻ്റെ സൗണ്ട് ആയിരിക്കുമോ ഉണ്ട് നോക്കണം. അതൊക്കെ ഞാൻ തോണ്ടിയെടുത്താണ്. ഇങ്ങോട്ടൊരു വഴിയാക്കി. ഇന്നെങ്ങനെ ഇരട്ട്. ഇവിടെ വെച്ച് ഞാൻ മറ്റേത് അവിടെ ഫുള്ളും വെള്ളമായിരുന്നല്ലോ. ഏതോ റിവീൻ്റെ ഇടയിൽ പോയി പെട്ട് വന്നു. കോള് കുറച്ചും കൂടെ എടുത്തേക്കാം. നമുക്ക് നല്ലപോലെ ആവശ്യം വരും കോള്. ടോർച്ചിൻ്റെ 18 നമ്മളിപ്പോൾ 7 ലെവലാണ് ഗൈസ് ഇല്ലേ. അവിടെ ഈ കോളും കൂടെ എടുക്കുക. കോള് കുറേ ഉണ്ടാവും. ഇതുപോലെ ഈ കോള് കിട്ടുന്ന പോലെ അയം കിട്ടിയാൽ കുറച്ചും കൂടി നമ്മുടെ പണികളൊക്കെ ഈസിയായി. അതങ്ങനെ കോള് കിട്ടുന്ന പോലെ അയം കിട്ടണം. ഈ മഴയിപ്പോൾ ഒന്നും കഴിയില്ല തോന്നണു. നമുക്കിന്ന് വീട് കെട്ടണതിൻ്റെ ഇതൊന്ന് റെഡി ആക്കിയാലോ. വീട് എവിടെയായിട്ട് കെട്ടും? എവിടെയായിട്ട് കെട്ടുന്നതാണ് ജസ്റ്റ് ഞാൻ നോക്കണം. നോക്കട്ടെ എന്നിട്ട് അവിടെ തുടങ്ങി. ഇവിടെ സെൻറ്ററിൽ നിരപ്പാക്കാൻ പറ്റുമോ? ഇല്ല, ഇത് അടച്ചിട്ട് വേണമെങ്കിൽ ഇത് അടയ്ക്കേണ്ട വരും. ഇത് എടുത്തിട്ട് നമുക്ക് റെഡിയാക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടാവണം. ഉണ്ട് കയ്യിൽ സാധനമുണ്ട്. ഇത് എനിക്ക് രാത്രി ശരിക്കും രാത്രിയാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഫുള്ള് നമുക്ക് എടുത്തളയാം പറഞ്ഞു. എന്നിട്ട് നമുക്ക് നിരപ്പാക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് വിട്ടുപോയി. നല്ല രാത്രിയായിട്ടാണ്. അപ്പോൾ എന്താണ്, സോംബീസൊക്കെ വന്നു. ഞാൻ വേഗം സംഭവം നിരപ്പാക്കിയിട്ട് ഞാൻ തട്ടി ഓടി വരുമ്പോൾ നല്ല ഡാമേജ് കിട്ടി. ഞാൻ വേഗം വന്ന് കടന്നു പോയി. ഞാൻ റെക്കോർഡാക്കാൻ അത് വിട്ടില്ല. റെക്കോർഡാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഓവർ ലെങ്ത് ആക്കേണ്ടതാണ്. പോയ വീഡിയോ ഓവർ ലെങ്ത്തായി. അതുകൊണ്ട് ആണ് ഞാൻ ലെങ്ത് ആക്കാൻ പറ്റില്ല. ഈ ഭാഗം നമുക്ക് നിരപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഗ്യാപ്പുകളൊക്കെ നമുക്ക് അടച്ചാളാം. നമ്മൾ ഈ ഗ്യാപ്പെല്ലാം അടയ്ക്കാൻ നിന്ന് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അടച്ചാളയാം. വേഗം അടച്ചളഞ്ഞിട്ടേ തൈലായി. ഇത് തയ്യോ തോന്നാനുള്ളാക്കി ഇടർട്ട്. നമുക്ക് ഈ കുഴി ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തും കുറച്ച് കുഴി ഉണ്ട് തോന്നണു. കേസ് ഉണ്ടാവുമായിരിക്കും. ഞാൻ നേരത്തെ കണ്ടപോലായിരുന്നു. അതവിടെ ചെറിയ കുഴി. ഇതൊന്ന് അടയ്ക്കട്ടെ. അടച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടി നടത്തുന്നുണ്ട്. ഇനി ഇത് ഈ കുഴി, ഈ ചെറിയ കുഴി അടയ്ക്കാം. ഗേസ് കണ്ടില്ലേ, കളിക്കാനൊന്നും അത്രയ്ക്ക് അറിയില്ല. റെഡി. അപ്പോൾ നമുക്ക് ഈ കുഴിയും കൂടി അടച്ചിട്ടുണ്ട്. നമ്മൾ ഇതോടെ നമ്മൾ പിടിച്ച് ഇനി ഈ ഗ്രാസിൻ്റെ ഒന്ന് നന്നായി പിടിച്ചോളണം. ഇങ്ങനെ ഗ്രാസ് കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. എൻ്റെ വീട്ടിൻ്റെ അവിടെ ഗ്രാസ് ഇങ്ങനെ വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഈ സൈഡ് തന്നെ നമുക്ക് ബേസ് കെട്ടാം. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. നമ്മളിത് അവിടെ മൊത്തം നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വുഡിൻ്റെ
ആവശ്യമുണ്ട്. ഫുഡിന് നല്ല ആവശ്യമുണ്ട്. ഫുഡല്ലാട്ടോ, വുഡ് നമുക്ക് കുറേ വേണം. വലിയ ബേസാണ് ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടേ കുറച്ച് മരങ്ങളൊക്കെ ഒന്ന് പോയി കളക്ട് ചെയ്യുക. എൻ്റെ അങ്കർ ലെവലും കൂട്ടട്ടെ. നേരത്തെ ഒരുത്തൻ പോയി വീട്ടിൽ തന്നെ ഒരുത്തൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു വെള്ളത്തിൽ കൂടെ വന്നിട്ട് ഒരുത്തൻ അവനെ ഞാൻ എന്തായാലും എന്തൊക്കെ ഞാൻ തീർക്കും. ഞാൻ പറയണം, ഞാൻ എന്തായാലും അവനെ തീർക്കും, ഉറപ്പാണ്. എന്നാലും എന്നെ വിട്ടതിൽ ഞാൻ വിറച്ചു. ആകെ ഒരു ലൈഫേ ഉള്ളൂ. എൻ്റെ അപ്പോൾ ബെഡ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കൂടി കളക്ട് ചെയ്യുമ്പോൾ വീണ്ടും അതിനെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു കേവ് കണ്ട് നമുക്ക് പോകാം. ഇപ്പമല്ല, ഒന്ന് ബേസൊക്കെ ആയിട്ട് പോവാം. ഞാൻ പറയില്ല, ഇന്ന് നമ്മളെങ്ങനെയായിരുന്നു അയൺ ടൂൾസ് എങ്ങനെ മെയിനായിട്ട് ഉണ്ടാക്കും ഞാൻ ഇന്ന്. ഇത് ഞാനാ പറഞ്ഞത്. ഞാൻ മെയിനായിട്ട് ടൂൾസൊക്കെ ഉണ്ടാക്കും ഗൈസ്. എന്നാലൊക്കെ ഇറങ്ങി നോക്കണം തോന്നണു. പക്ഷേ ഇപ്പോഴത്തേക്ക് വേണ്ട. 2 ക്രീപ്പർ, 3 ക്രീപ്പർ, ഒരു സ്പൈഡർ. നമുക്കൊന്ന് ഇപ്പം തന്നെ ബേസ് കെട്ടണം ഗൈസ്. ബേസ് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഫുള്ളായിട്ട് ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനൊന്ന് വീടെത്തട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ബേസ് കെട്ടുന്നത് റെഡി. ഈ സ്ഥലം തന്നെ ലോക്ക് ചെയ്യുക. നിൽക്ക് വീട് വന്നിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കണം. വീട് ഇങ്ങോട്ടായിരിക്കണം. ഫ്രണ്ട് ഇവിടെ ആയിട്ട്, ബാക്ക് ഇവിടെ ആയിട്ട്. അങ്ങനെ റെഡിയല്ലേ? അപ്പം ഞാൻ ഒന്ന് ബേസൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഞാൻ റെക്കോർഡാക്കാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം തന്നെ കണ്ട നമ്മൾ വീട് കെട്ടിയിട്ടുണ്ട്. 3, 2, 1 ഗോ. ഇത് കണ്ടില്ലേ? അയ്യോ, ഇപ്പം തന്നെ ക്രീപ്പറും പൊട്ടിയ മൂഞ്ചി തിരിയല്ലോ. ക്രീപ്പർ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. ക്രീപ്പറിനല്ലേ പൊട്ടിയത്. ഇവിടുത്തെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഗ്ലാസ് വെച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ വെക്കണം. നമുക്കതിന് സാൻഡ് എടുക്കട്ടെ ഗൈസ്. നമുക്ക് കുറച്ചും കൂടി പണികൾ കഴിയാണ്ട്. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല എന്ന് വേണ്ട കൊണ്ടാണ്. ഞാൻ ഗൈസ് ബേസ് സുഖരമില്ലേ? ഇവിടെ നോക്കിയ ഒരു വീട്, വാവ്, വേറല്ലേ. ഞാൻ കിട്ടിയ വേണ്ടി പൊക്കി പറയില്ല, വേറെ ലെവലായിട്ടുണ്ട് ഗൈസ്. സാൻഡ് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്, കുറച്ചധികം ആവശ്യമുണ്ടാവും. ഇതെടുത്ത വെള്ളം വരുന്നത് ആകെ ബോറാവും. വന്ന് ഇത് പോരാ തോന്നുന്നു. നമുക്ക് ഇത് അവിടെ കാണുന്ന കുറച്ച് ഇവിടെയൊക്കെ എന്താ അവിടെ സാൻഡേ ഇല്ലാത്തത്. ഇത് കുറച്ച് ഓവറാണ് കേട്ടോ. അവിടെ ഇവിടെ സാൻഡ് ഉണ്ട്. കുറച്ച് എന്തോ നമുക്ക് ആവശ്യം ഉപയോഗിക്കും. ഇവിടെ നടക്കാം. സൂപ്പർ, ഇത് പൊട്ടും ചെയ്തു. 29 മതി. ഇനി പോയി സാൻഡ് നമുക്ക് ഗ്ലാസ് ആക്കണം. ഇപ്പം ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടുക തന്നെ, ബെഡൊക്കെ. ഇതൊന്നും പറ്റില്ല കേസ് എനിക്ക്. മറ്റേ അതാ എന്തിനു കൊണ്ടുപോകണ് അടുത്തത്തെ സ്ഥലം. പിന്നെന്താ കുഴപ്പമെന്നറിയും, ഇവിടെ നമ്മൾ ഫുൾ സ്പോൺ പ്രൂഫ് ചെയ്യണം. അത് ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ.
ഇതെങ്ങനെയാണ് സംഭവം? എങ്ങനെയാണ്? എടുത്തോടെ വയ്ക്കുകയല്ലേ? അപ്പോൾ ഗ്ലാസ് ആവുമോ? ആയാ നന്നായി. ഒരു ഗ്ലാസ് ആവണം നോക്കിയിട്ട് നമുക്ക് പോവാം. ഉണ്ട്. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇത് വേണം, ടോർച്ച്. ഇത് തികയില്ല ഗൈസ്. നമുക്ക് പ്ലാങ്ക് വെച്ചിട്ട് കുറച്ചും കൂടി സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട്, സ്റ്റിക്ക് നമുക്ക് നല്ല ആവശ്യമുണ്ട്. ഇവിടെ സ്പോൺ പ്രൂഫ് വേണം. ഇത് ഉണ്ടാക്കണം. ഇത് കുറേ വേണം തോന്നുന്നു. അയൺ നമുക്ക് വേണം. നമുക്ക് അയൺ തപ്പണം. ടോർച്ച് കുറേ വേണം നമുക്ക്. തൽക്കാലത്തിനിപ്പോൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ ആയിട്ട് ആവശ്യം വരും. കോള് ബാക്കി 3 ഉണ്ട്. സ്റ്റിക്കാക്കട്ടെ. 12 ടോർച്ചായി. 12 ടോർച്ച് മൊത്തം 36 ടോർച്ചുണ്ട്. ഗ്ലാസ് നമുക്ക് ഈ ഗ്ലാസ് അല്ല എനിക്ക് വേണ്ടത്. മറ്റേ അതെങ്ങനത്തെ ഗ്ലാസ്സാണ്? എനിക്ക് ഇതിൽ കാണിക്കുമോ? ഇതാണ് വേണ്ടത്. അത് 16 ഉണ്ടാക്കി. 16 വേണ്ടേ? എനിക്ക് കുറച്ച് 3 ഇരിക്കട്ടെ. 6 ഇരിക്കട്ടെ. നമുക്ക് വീടൊന്ന് റെഡിയാക്കിയിട്ട് വരാം. പക്ഷെ വീട്ടിനുള്ളിലേക്കൊക്കെ സോംബീസും ക്രീപ്പറും വരുന്നേ, അതാണ് കുഴപ്പം. വന്ന് പൊട്ടിത്തെറിച്ചാൽ പിന്നെ എല്ലാം പണിയാവും. നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ പൊട്ടിക്കുക. എന്നിട്ട് 1 2 3 4 5 ആവശ്യം വന്നു 6 ഇല്ലേ? ഗ്ലാസ് വയ്ക്കുന്ന സ്ഥലമാണത്. കാലാവസ്ഥ ഉണ്ടല്ലേ. ഇനി ഇവിടെയും കൂടി വെക്കണം. ഇവിടെ മാത്രമല്ല, താഴെ ഇനി വയ്ക്കാണ്ട് കേസ്. അതൊക്കെ വെച്ചിട്ട് വേണം വരാൻ. ഇതവിടെ ഇനി ഇപ്പുറത്ത് വയ്ക്കണ്ടേ? തികയെന്തോ. തികഞ്ഞാലും നമ്മളിൽ ഇവിടെ സാൻഡ് ഉള്ളതുകൊണ്ട് ഗ്ലാസ് എത്ര മണി ഉണ്ടാക്കാം. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ റെഡിയാക്കണം. ഇത് ഫുൾ റെഡിയാക്കിയിട്ട് വേണം നമ്മുടെ അയൺ ആർമറിലേക്ക് മാറാൻ. വെറുതെ പറഞ്ഞാലൊന്നും മാറില്ല. ഫുൾ ടൂൾസൊക്കെ ആക്കണം. ഫുൾ ആർമർ ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ്ങിന് പോകണം. ആ കേവിൽ പോകണം. ആ കേവ് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്പോൺ പ്രൂഫ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ടോർച്ചിൽ സ്പോൺ പ്രൂഫും ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവും. അത് നടക്കും. നമുക്ക് ടോർച്ച് 16 വേഗം പോവുക. നമുക്ക് വേഗം പോയിട്ട് വേണം നമ്മുടെ ഫുൾ അയൺ ആർമറിലേക്ക് മാറണം. ശരിയാവില്ല. അയൺ ആർമറിലേക്ക് മാറിയില്ലെങ്കിലേ അതാ ഗ്ലാസ് കിട്ടില്ലാലേ. വേസ്റ്റ് ആക്കാൻ പാടില്ല ഗ്ലാസ്സിനെ. ഇപ്പോൾ ഗ്ലാസ് കിട്ടില്ല. ഗ്ലാസ് റയറാണ്. അല്ലല്ലോ, പിന്നെന്താണ്? ഗ്ലാസ് പൊട്ടിച്ചാൽ കിട്ടുമോ? വെറുതെ അല്ല, അതങ്ങനെയാണല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെയാണല്ലോ. ഗ്ലാസ് പൊട്ടിച്ചാൽ ഇപ്പോൾ തിരിച്ചതുപോലെ തന്നെ കിട്ടില്ലല്ലോ. ഉരുക്കിയിട്ട് പിന്നെ ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ വീട് അടിപൊളിയായി തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന്. നമുക്ക് അടുത്തെന്ത് ഗ്യാപ്പ് അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാർം ഉണ്ടാക്കാനാണ്. ഫാർം ഇപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, പിന്നെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് എന്താ ആ ബെഡ്, ഫർണസ് അതൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. അതൊക്കെ എടുക്കട്ടെ. അയ്യോ, എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് വയ്ക്കാം. ബെഡും ഫർണസൊക്കെ ഇതിലേക്ക് ഒക്കെ മാറ്റിട്ട് ഗൈസ്. തികയോ എന്തോ.
ഫസ്റ്റ് നമ്മൾ ഇതിനെ കൊണ്ടുവിടെ വയ്ക്കുക. ഓ, ഇല്ല, ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലല്ലോ. പിന്നെന്താണ് ഇത്? നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് തപ്പിയാൽ കിട്ടും. ഇതൊക്കെ നമുക്ക് തൽക്കാലത്തിന് കളയാം ഗൈസ്. എന്നിട്ട് പന്തൊക്കെ തിരിച്ച് വേഗം പോയിട്ട് നമുക്ക് ഡീസ്പോൺ ആവണമെങ്കിൽ സെറ്റാക്കിയിട്ട് വരാം. ഡീസ്പോൺ ആയി പോയില്ലേ? അയ്യോ, അതാണ് കുഴപ്പം. വേഗം പോട്ടെ. വേഗം പോയിട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് താഴെയാണ് അല്ല മേലെ സെറ്റ് ചെയ്യാം. മേലെ നമുക്കൊരു 2 ബോക്സ് കൊണ്ട് വെച്ചിട്ട് തുറക്ക്. വീടായപ്പോൾ എന്തോ സമാധാനം. നമ്മളൊരു നോർമൽ ഇതിലല്ലേ കടന്ന് ഇവിടെ വയ്ക്കാം. വേഗം ഇതിലൊക്കെ എല്ലാം മാറ്റട്ടെ. അയൺ ടോർച്ച് കയ്യിലിരിക്കട്ടെ. ഫുഡ് വേണം. ബാക്കി ഡേർട്ട് ഇതൊക്കെ മാറ്റാം അവിടേക്ക്. ഡീസ്പോണായി പോകണമെങ്കിൽ മാറ്റണം. പോ സ്വയം പോയിട്ട് ഇനി അതൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് ഒന്ന് വെക്കട്ടെ. എന്നിട്ട് അയൺ ആർമർ എനിക്ക് വേഗം അയൺ ആർമറിൽ മാറിയാൽ തന്നെ സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പവർഫുള്ളെങ്കിൽ ആവാം നമുക്ക്. ബാക്കിയുള്ള പോയി ഇല്ല ഫർണസ് പൊട്ടിക്കണം. ക്രാഫ്റ്റിംഗ് ടേബിള് വേഗം ക്രാഫ്റ്റിംഗ് ടേബിളെ നമുക്ക് അടുത്ത നൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ചാവാണ്ടിരുന്ന് നമുക്ക് എത്താം. ഇനിയിപ്പോൾ ചത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ സ്പോണാവും, കുഴപ്പമില്ല. എന്നാലും ബെഡ് വയ്ക്കാം. ഓട്, വേഗം പോ. ഓടാം, വെറുതെ ഇല്ല. എൻ്റെ ഫുഡ് റെഡി ആയിട്ടുള്ള ആണ്. എൻ്റെ ഹെൽത്തില്ല, അങ്കർ ലെവൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും കേസിന് ഒരു കാര്യം പറയട്ടെ. അപ്പം ഞാൻ ഉറങ്ങി എണിച്ച് ചിലപ്പോൾ പറയാനും പറ്റില്ല. ഫുൾ സോംബീസ് ആയിരിക്കും. വേഗം ഒന്ന് ഇവിടെ ബെഡ് വെക്കട്ടെ. ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ റെഡിയാക്കാം. ഉറങ്ങി എണിച്ചു ഗൈസ്. ഇനി നമുക്ക് ഇതിലാവശ്യമില്ലാത്തൊക്കെ മാറ്റി വെക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടുക, ഫർണസും കിട്ടുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ, ഫർണസ് ഇവിടെ. ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് എന്തായിട്ടാണ് ആവശ്യമുള്ളതൊക്കെ കയ്യിലെടുത്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് മാറ്റാം. അപ്പം എൻ്റെ കയ്യിലുള്ളത് ആവശ്യമൊക്കെ തന്നെ ടോർച്ച് ഇതിൽ വയ്ക്കാം. അപ്പം നമ്മൾ റെഡിയല്ലേ ഗൈസ്? അപ്പം റെഡി. ഫുഡ് നമുക്ക് ഫുൾ പവറാക്കണ്ടേ. നമുക്ക് നല്ലത് എന്തും കൂടി പറഞ്ഞാൽ നമ്മുടെ ഷീൽഡ് ഉണ്ട്, എന്നാലും ആർമർ സെറ്റായിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ വീടായി. ഇനി നമുക്ക് നമ്മളെ അടുത്ത ഗോൾ നമുക്ക് റെഡിയാക്കണ്ടേ. ലാഗത്തിൽ ലാഗുണ്ട്. വീട് സെറ്റായി. ഇനി പോകാം. ആ കേവിലിറങ്ങണം, ഒക്കെ തന്നെ ഫിനിഷാക്കണം. 54 ടോർച്ച്. ആ തോന്നണം കേവ് കാണുമ്പോൾ ചെറിയ കേവായിരിക്കും തോന്നുന്നു ഗൈസ്. ചെറിയ കേവാണെങ്കിൽ പണിയാണ്. വേണ്ട ആകെ എളുപ്പമാണ്. നമുക്ക് വരുമ്പോൾ ഈ ബോക്സില്ലേ, നമ്മുടെ ഈ ബോക്സും കൂടി എടുത്തിട്ട് പോവാം. അതാ അന്നത്തമാര് ലാവിൽ കയറണ്ടായിരുന്നു. ലാവയിൽ കൊണ്ടില്ലല്ലോ അന്നിനെ. എവിടെയാണിത്? ഇവിടെ തന്നെ അതാ അവിടെ തന്നെ.
ഇറങ്ങി ഇറങ്ങി ഗൈസ്, നമ്മൾ വലിയൊരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അയ്യോ, 3 സ്കെൽട്ടൻ. അയ്യോ, പെട്ടു ഗൈസ്. റീച്ച് ആവണില്ല. പാട്ടിയിലും ചെറിയ ഇവിടെ ഇത് റീച്ചാവില്ല. കൊണ്ടാണ് കയറുക. ബഗ്ഗായി കേസ്. വന്നു. എന്തൊക്കെ പ്രതീക്ഷിച്ചു. എന്നാൽ അതൊക്കെ ഞാൻ വിചാരിച്ചത് തലതിരിച്ച്. അയ്യോ, അയണാർമാർ നടക്കും തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയാലോ എന്നാണ്. അതാണ് അമ്മോ, കുട്ടി സോംബി. അവിടേക്ക് വാ, ഞാൻ അടിക്കാം. എൻ്റെ ഷീൽഡിന് വേറെ കഴിഞ്ഞിട്ടൊന്നുമില്ല. കയറി അങ്ങനെ തന്നെ കയറി വാ, കുറച്ചും കൂടി. യെസ് അങ്ങനെ തന്നെ കയറി വാ. നീ കയറി വന്ന്. പൊട്ടത്തരം ചെയ്തു എനിക്ക്. പക്ഷേ അയണൊക്കെ എനിക്ക് കിട്ടിയിട്ട് 31 അയം കിട്ടി. ഞാൻ താഴേക്ക് ഇറങ്ങി 31 അയം കിട്ടി. പക്ഷേ റെക്കോർഡാക്കാൻ മറന്നു. കൈതട്ടി റെക്കോർഡർ ഓഫായി പോയി ഗെയ്സ്. ഞാൻ അയണെടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. നമ്മളിങ്ങനെ അയണെടുത്തു. പിന്നെയല്ലേ ഇവിടെ എത്തിയിട്ടേക്കും മനസ്സിലാവണ് ഞാൻ റെക്കോർഡാക്കാൻ മറന്നു. എനിക്ക് അങ്ങനെ ദേഷ്യം വന്നു. ഞാൻ സംസാരിച്ചിട്ടേ അയണ് എൻ്റെ ഒരു സോഡ് പൊട്ടി. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷീൽഡ് പൊട്ടിയിട്ടുണ്ടാവും. ഞാൻ വേഗം കിട്ടി വേണ്ടിട്ട് ഓടി വന്നു കേസ്. പക്ഷേ ഇപ്പം 31 അയണായിട്ടുണ്ട്. എനിക്ക് തോന്നി ഇതൊന്നും തികയില്ല എന്നാണ്. എനിക്കിത് എടുത്തെടുക്കുക. പെട്ടെന്ന് നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം പോവാം കേസ്. വേഗം പോവാം. ഓട്. ബാക്കി നമുക്ക് 51 ടോർച്ച് വെക്കാണ്ടേ പോയതാണ്. ഫസ്റ്റ് 2 ടോർച്ച് വെച്ചു, അതിന് സ്ക്രീൻ ഓഫാക്കി. ടോർച്ച് വെക്കാണ്ട് കണ്ണ് മൂടി ഉള്ളിൽ എന്തൊക്കെയോ അടിച്ചു. എൻ്റെ ഒരു സോഡ് പൊട്ടി. ഒരു സോഡിൻ്റെ ഹെൽത്ത് ഫുള്ളും കഴിഞ്ഞായി. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാണ് വരുന്നത്. എനിക്ക് നല്ല കൊണ്ടുപോകും. നല്ല ഹെൽത്ത്
ലാസ്റ്റ് ഞാൻ പിടിച്ച് നിന്ന് എങ്ങനെയൊക്കെയോ മാറ്റി തീർത്തിട്ട് ഇപ്പോൾ തന്നെ 31 അയൺ വെച്ചിട്ട് അയൺ ഇങ്ങോട്ടാണ് അയൺ ആക്കിയിട്ടില്ല. അയൺ ഇങ്ങോട്ട് ശരി അയൺ ഇതാണ് എന്താ പറയാൻ റോ അയണാണ് ഇങ്ങോട്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ എങ്ങനെ ആക്കുക? അതിൻ്റെ ആക്കാൻ ഇതില്ലല്ലോ. ഗേസ് നമ്മുടെ ഇതുണ്ടാവും മറ്റേ കോളുണ്ട് കോള് വെച്ചപ്പോൾ എന്തൊരു വിളിച്ചു ഒരു ടോർച്ച് വയ്ക്കാം നമുക്ക് തൽക്കാലം. ഇപ്പോൾ ലാൻഡ് അതെന്താണെന്ന് അറിയില്ല പേര് വായിൽ വരുന്നില്ലെങ്കിൽ അത് വയ്ക്കുന്നതിന് പകരം നമുക്ക് 4 പുറം ഈ ടോർച്ച് തൽക്കാലത്തിന് വയ്ക്കാം കേസ്. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഒരാവശ്യമുണ്ട്. നമ്മൾ ഇതുണ്ടാക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം? 2 ഡയമണ്ട് വേണം, ഇത് 3 വേണം, ഒരു ബുക്ക് വേണം. ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ ലെതർ വേണം. കുറച്ച് പണിയാണ്. നമുക്ക് തൽക്കാലത്തിന് ആ ആഗ്രഹം അവിടെ വയ്ക്കുക, പിന്നെ റെഡിയാക്കാം. ഒരു ലൈൻ ഇതുണ്ടാക്കാനുള്ളത് നമ്മൾ എന്ത് തോന്നുന്നു 2 കൂടി വേണടാ. നമ്മുടെ 3 അയൺ കൂടി ഉണ്ട്. നമുക്കിന്ന് സെറ്റാക്കണം ഫുള്ളും. അമ്മേൻ്റെ ഞാനിപ്പോൾ അമ്മേൻ്റെ നിന്ന് കുറേ അവിടെ കളഞ്ഞിട്ടാണ് വന്ന് എനിക്കൊന്നും എടുക്കാൻ വയ്യാന്നിട്ട് ഒക്കെ അവിടെ അമ്മേൻ്റെ കുറച്ച് സാധനങ്ങൾ കളഞ്ഞു, എൻ്റെയും കുറച്ച് സാധനങ്ങൾ കളഞ്ഞു. എന്താ ചെയ്യുക, എല്ലാം കളഞ്ഞിട്ടുണ്ട് കുറേ. ഫുഡ് കഴിക്കട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലും ഫുൾ അയൺ ആർമറിലേക്ക് മാറണം ഗൈസ്. ഇപ്പം നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു വെസ്റ്റ് ഉണ്ടാക്കി വെസ്റ്റ് എടുത്ത് നമ്മുടെ ചെക്കനിക്ക് ഇട്ട് കൊടുക്കട്ടെ. എനിക്കെടുക്കുക ഇട്ട് കൊടുത്ത് ക്യാരക്ടർ ഒന്നും മാറിയിട്ടുണ്ടല്ലോ ഗൈസ് ചെറുതായിട്ട്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ റെഡിയാക്കി തരാം ഗൈസ്. ഇനി അടുത്തത് ഹെൽമെറ്റും നമ്മളിതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് 3 ഇത് തികയില്ല ഉണ്ടാക്കാൻ പറ്റുമോ തോന്നുന്നത്? 2 തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ടൂൾസിൽ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്നെങ്ങനെയാണ് ഫുൾ അതിന് ആർമറിലാക്കിയാൽ പിന്നെ പറഞ്ഞ പോലെ ചെയ്യാം. പറഞ്ഞ പോലെ ചെയ്ത് കറക്റ്റാവും. പാൻറ്റല്ല ബൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി പാൻറ്റിന് എത്ര വേണം? 1 2 3 4 5 ഇതെത്ര ഉണ്ടല്ലേ? ബാക്കി ഉണ്ട്, 5 ഉണ്ട് നമ്മളിൽ. 6 ബേസ് നമ്മുടെ പാൻറ്റും കൂടെ നമ്മൾ ഇട്ടെ. ഇനി അല്ല ബൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി പാൻറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ഫുൾ അയൺ ആർമറായിട്ടുള്ള ടൂൾസ് ആക്കണം. ഇനി ഒന്നും കൂടി കിട്ടിയാൽ റെഡി. നമ്മുടെ പാൻറ്റിന് പാൻറ്റിന് 5 ഞാൻ എണ്ണിയതാണ് 5. ഇനി 2 അയൺ ഇങ്ങോട്ടും കൂടി വേണം ഗൈസ്. 1 ആയി. ഒന്നും കൂടി ബാക്കി 10 ഉണ്ടാവും നമ്മളിൽ. അപ്പോൾ അതിൽ ടൂൾസ് ഉണ്ടാക്കാം. പാൻറ്റായി എന്താ വെച്ചാൽ അങ്ങനെ പാൻറ്റായി. അങ്ങനെ ഗൈസ് നമ്മുടെ ഫുൾ അയൺ ആർമറിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫുൾ അയൺ ആർമറിലേക്ക് മാറിയിട്ടുണ്ട്. അയൺ ടൂൾസ് നമ്മുടെ ഇതില്ല ഗൈസ്. എടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്റ്റിക്ക് കുറച്ച് വേണം. നമ്മളിന്നൊരു അവൻ്റെ ഇത് എനിക്ക് വേണം. ഈ ബോ എനിക്കൊരു ആവശ്യമുണ്ട്. ആവശ്യമില്ലാത്ത ഈ സോഡ കുടിക്കട്ടെ.
രണ്ടടിയിൽ അത് വേഗം പൊട്ടും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഫുൾ അയൺ ആർമറിലേക്ക് മാറാൻ പോകണം. എനിക്ക് എന്ത് സന്തോഷം. അവിടെ അയണായാ ഇനി പാറാണ് എന്ത് കിട്ടി 11 HP സോറി ലെവലായി. എനിക്ക് അത്രയ്ക്ക് അറിയില്ല പറയാൻ. ഫസ്റ്റ് നമുക്ക് സോഡ് ഉണ്ടാക്കണം, ഒരു പിക്കേഴ്സ് ഉണ്ടാക്കണം, ഒരു ഷവൽ ഉണ്ടാക്കണം. ഇനി നമുക്കൊരു ആക്സും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാലും തികയില്ല. ആക്സ് ഉണ്ടാക്കാനായ ആക്സിന് ഇനി ഒന്നും കൂടി വേണം. കറക്റ്റ് 1 ആക്സിന്. ആക്സ് അങ്ങനെ നമ്മുടെ ഫുൾ അയൺ ടൂൾസിലേക്ക് മാറിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു അയൺ നമുക്ക് വേറെ ഷീൽഡ് ഉണ്ടാക്കാനാവും. പൊട്ടിയാലും എടുത്തു വയ്ക്കല്ലേ, നമുക്ക് പിന്നീട് ആവശ്യം വരും. നിൽക്ക് ഇതിലിപ്പോൾ എൻ്റെ ഇൻവെൻട്രി ഒരു ലെവലാക്കി എടുക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്. നമ്മുടെ 2 പവർഫുൾ ടൂൾസ് കൂടെ വയ്ക്കുക. 3 ഇതിൻ്റെ പവർ തന്നിട്ട് ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. വേറെ കാര്യം വെറുതെ എനിക്ക് യൂസ് ചെയ്യാൻ പ്രാന്തല്ലേ. അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് എൻ്റെ പവർ തീർന്നാൽ തന്നെ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അത് തന്നെ ബാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കിയൊക്കെ നമ്മളിതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഉറങ്ങി എണിച്ചിട്ട് കിട്ടാം കഴിക്കട്ടെ. ടോർച്ചും ഫുഡും അതും കയ്യിൽ വയ്ക്കാം. ഒന്ന് ഉറങ്ങാൻ പറ്റും നോക്കട്ടെ. എന്താണിത്, ഉറങ്ങാൻ പറ്റില്ല. ഫുൾ ആർമറാണ്. കാണുന്ന പോലെ നല്ല ഒരുത്തനും എടുത്തൊന്നും ചെയ്യില്ല. ഓ നീ ഇവിടെ ഉള്ളതുകൊണ്ടാണോ? അടുത്താനും കയറി വന്നു. വേഗം പോയി ഉറങ്ങട്ടെ. 12 ഇതായി ലെവല്. എന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല പറഞ്ഞാൽ ഇനി അതുതന്നെയല്ലേ. ഇനിയിപ്പോൾ റൈനെ വീണ് സ്കെൽട്ടൻ ബായ്. ഉള്ളിക്ക് വാടാ. ഒരു മിനിറ്റ് ഫ്രണ്ട്സ്, ഇതൊന്ന് അടയ്ക്കട്ടെ കേട്ടോ. ഫ്രണ്ടിലൊന്ന് അടയ്ക്കട്ടെ. ആരും കയറാൻ പറ്റാത്ത പോലെ വെച്ചാലോ. എനിക്ക് മാറി കയറി വരുമ്പോഴേ ഡർട്ടൊന്നും വെക്കണ്ട. തൽക്കാലം ഇപ്പോൾ ഡർട്ട് എടുക്കാം. നമുക്ക് വെറുതെ വെക്കാം. ഡർട്ടും കൊണ്ട് അവിടെ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള മരുന്ന് റെഡിയാക്കട്ടെ. ഓ സ്കെൽട്ടനല്ല അവനോ വന്നാലും എനിക്ക് പേടിയില്ല. വാ ഉള്ളിക്ക് വാ നീ. ഓ പെട്ട് സോംബിനെ അമ്പ് വിട്ടപ്പോൾ സോംബി പോയി അടിക്കാൻ നോക്ക്. നീയായിട്ട് തന്നെ അമ്പ് വിടായിരുന്നു. അത്തുള്ള സോംബി നമ്മുടെ 2 ഫ്രണ്ട്സ് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കട്ടെ. ഓ എൻ്റെ വീടിന് ഇപ്പം തന്നെ അമ്പ് വിടണോ? എൻ്റെ വീട് ഓരോരുത്തന്മാരെ വന്ന് അമ്പും വിട്ടിട്ട് ഇനി അവനും വരാൻ. ഈ അമ്പെടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഈസി അമ്പെടുക്കാൻ പറ്റില്ല. ഓ എനിക്ക് ദേഷ്യം വരുന്നു. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് അമ്പ് വന്നിരിക്കുന്നു നോക്ക്. ഇവന്മാർ കാരണം ഇനി ഇറങ്ങാൻ പറ്റും. സ്ലീപ്പ് രാവിലെ ആയിട്ട് നമ്മുടെ ഫുൾ അയൺ നമ്മുടെ സ്പോൺ പ്രൂഫും ചെയ്യുന്നുണ്ട്. ചാവ്
ചാവ് അപ്പോൾ തന്നെ എരിഞ്ഞേ ചാവ് നിങ്ങൾക്ക്. എൻ്റെ വീടിൻ്റെ ചുറ്റുമാണല്ലേ എരിഞ്ഞെ ചാവണം. ഡെട്ട് ഫുള്ള് മാറ്റിയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഫുള്ള് നമ്മൾ ആദ്യം നമ്മുടെ വീടിൻ്റെ ചുറ്റും നമുക്കൊന്ന് സ്പോൺ പ്രൂഫായിട്ടും അപ്പോൾ തന്നെ മോവ്സൊന്നും അത്രക്കൊന്നും അടുക്കാണ്ടിരിക്കുള്ളൂ. എനിക്കിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അമ്മ അല്ലേ ഒരു അമ്പ് അമ്പ് വിട്ടിട്ട് തന്നെ ഇപ്പോൾ ഇതായി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ വീട് ഫുള്ളൊന്നും കവറാവും. ഓൾറെഡി വീട് കുറച്ച് കവറായി, എന്നാലിത് പറ്റില്ല കേസ്. ഇത്ര വിട്ടിട്ട് ഇടവിട്ട് വേണ്ട, ഇത് ഓവർ ഇടവിട്ട് പോയി. ഇത് കുറച്ച് നീക്കി നമുക്ക് വയ്ക്കാം, ഇവിടേക്ക് വയ്ക്കാം. ഇങ്ങനെ വെച്ചാൽ മതി. ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക, അതാണ് കുറച്ചും കൂടി നമുക്ക് നല്ലത്. ഇത് എന്തായാലും രാത്രിക്ക് നല്ലൊരു വെളിച്ചം തന്നാൽ മതി അത്യാവശ്യം. ഇപ്പോൾ ക്രീപ്പർ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ചെറിയ പേടി കേസ്. അവിടെ വീട്ടിലൊന്നും വെച്ച് പൊട്ടിത്തെറിച്ച ഇപ്പോളെ പറഞ്ഞേക്കാം ക്രീപ്പറെ, നിങ്ങളൊന്നും പിന്നെ അടുക്കില്ല, നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, ഒന്ന് കവർ ചെയ്തിട്ട് നിൽക്കണ. ഇപ്പോൾ വരാം, നിന്നെ വെറുതെ ഇവിടെ തോന്നണ്ട ക്രീപ്പറെ. പൊട്ടിത്തെറിക്കാണ്ട് ഞാൻ കൊന്നില്ലെങ്കിലോ എന്നാണ് എനിക്കൊരു പേടി. ട്രൈഡൻറ്റ് അവൻ്റെ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. അത്ര ഉള്ളു. ട്രേഡിങ് ബ്രോൻ്റെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? ട്രേഡ് ചെയ്യാനും പറ്റില്ല. ഇനി കയറി നിൽക്ക്. ഓ ഇത് വാങ്ങാൻ പറ്റുള്ളൂ, ചിക്കൻ പോരാ. വാട്ടർ ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 എമറാൾഡ് തരും. 10 തന്നെ ഞാൻ ചിലപ്പോൾ കൊടുക്കും, പറയാൻ പറ്റില്ല. സ്പൂൺ പ്രൂഫും ചെയ്യട്ടെ. എനിക്ക് അതിലേറെ പേടി എന്ന് പറഞ്ഞാൽ ക്രീപ്പർ ചിലപ്പോൾ ഈ സ്കെൽട്ടൻ വന്നു പെട്ടെന്ന്. സ്കെൽട്ടൻ ചാവില്ലേ? ചാവും. രാത്രിയാണ് സ്കെൽട്ടൻ കയറി വന്ന് ക്രീപ്പറിനെ അടിച്ചു കഴിഞ്ഞാൽ ക്രീപ്പർ പൊട്ടിത്തെറിക്കുമോ? ഇല്ലല്ലോ. ഇല്ല. എൻ്റെ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോംബി ഇപ്പോൾ സോംബിനെ സ്കെൽട്ടൻ അടിച്ചപ്പോൾ സോംബി നേരെ ഇപ്പോൾ സ്കെൽട്ടൻ അടിച്ചില്ലേ, അതുകൊണ്ട് ചോദിച്ചാണ് സംശയം. അങ്ങനെ പൊട്ടിത്തെറിക്കെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോൺ പ്രൂഫ് ചെയ്യാനുണ്ട്. വീട്ട് മാസമായി ഗൈസ്, ഇന്ന് പറ്റില്ല. ഞങ്ങൾക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി വീട്ടിനുള്ളിൽ ചെയ്യാണ്ട്, അതും കൂടി ചെയ്യണം നമുക്ക്. എവിടെ ക്രീപ്പർ ചക്കൻ പോയോ? ട്രൈഡൻ്റാണ് വിചാരിച്ചു ഇത് കണ്ടപ്പോൾ. ക്രീപ്പർ പോയി, മനുഷ്യാവശ്യമുള്ളവനാണ് പാവം, ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. നല്ല മനസ്സ് തങ്ക മനസ്സ്, നമുക്കിനി ഉള്ളിലേക്ക് കയറാമോ? ഉള്ളിലേക്കൊന്ന് കയറട്ടെ. കയറി ഭയങ്കര എന്തെങ്കിലും ഞാൻ പഠിക്കണം. ഒരു സ്വന്തം വീടുണ്ട് എനിക്ക്. അതേപോലെ എൻ്റെയിലും ഉണ്ടടാ അയൺ, ഫുൾ ആർമർ, ഫുൾ ടൂൾസ്. പറ്റില്ല, ഇനി എനിക്ക് അയൺ ടൂൾസും ആർമറൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ പോയി കേസ്, അതൊക്കെ പോയി കേസ്. രാവിലെ ആണെങ്കിൽ അമ്പൊക്കെ പോയി. ഞാനിത് എടുത്തിട്ട് വന്നത് അമ്പ് കിട്ടുമ്പോൾ വെച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. എനിക്ക് അമ്പൊക്കെ പോയി. അമ്പനടക്കം എൻ്റെ പേടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ അയൺ ആർമർ ഒന്ന് കറക്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഇറങ്ങടാൻ താഴേക്ക്. അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ
വീട് കെട്ടി. അതേപോലെ ഒരു വീട് കെട്ടി. അതേപോലെ നമ്മുടെ അയൺ ആർമറിലേക്ക് നമ്മൾ മാറും ചെയ്തു. അയൺ സോഡ്, അയൺ പിക്കാക്സ്, അയൺ ആക്സ്, അയൺ ഷീൽഡ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ see you, bye bye.